ഒക്കെ കഴിഞ്ഞു, വെക്കേഷനായി, ഓണായി, എന്നാലും കൂടിയിട്ട് ഉള്ളിൽ പടപടാ പടയ്ക്കുന്നുണ്ടാവും അല്ലെ. നമുക്കറിയാം നമ്മളുടെ എക്സാം അത്ര രസത്തിലൊന്നും അല്ലായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് ടഫ് തന്നെ ആയിരുന്നു അല്ലെ. കുറച്ചൊന്നുമല്ല, കുറച്ച് അധികം തന്നെ ടഫ് ആയിരുന്നു. എനിക്കറിയാം നിങ്ങൾ ഓരോ എക്സാം കഴിയും തോറും ഉള്ളിൽ തീ തിന്നോണ്ടിരിക്കായിരുന്നു നമുക്കറിയാം. എന്നാലും കൂടിയിട്ട് നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു, എടാ കുഴപ്പമില്ലടാ, സെറ്റ് ആവൂടാ, ഓക്കെ ആവൂടാ എന്ന് പറയെങ്കിലും കൂടിയിട്ട് തലേന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയുന്നതല്ലായിരുന്നു നമ്മളുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ സിലബസും, എല്ലാ ടെക്സ്റ്റ് ബുക്കും അല്ലെ. അപ്പൊ ഇതൊക്കെ പോയി, എക്സാം കഴിഞ്ഞു. ഇനി അടുത്ത നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത്, സാറേ ഞങ്ങൾ ജയിക്കോ എന്നുള്ളതാണ്. നമുക്ക് സാധാരണ മാർക്ക് സിസ്റ്റം ഒന്നും അല്ല, ഗ്രേഡിംഗ് ആണ് അല്ലെ. നമ്മളോട് ഓൾറെഡി സർക്കാർ പറഞ്ഞിട്ടുള്ളതാണ്, 30% മാർക്കുള്ള കുട്ടികൾ മാത്രമേ ജയിക്കുള്ളൂ, അല്ലാത്തവര് തോൽക്കും. ഓൺ എക്സാമിന് മുതലേ തോൽക്കും. തോറ്റ് പിന്നെയും സ്പെഷ്യൽ ക്ലാസ്സിലൊക്കെ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഘോരൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴൊക്കെ കടന്നു പോകുന്നത്, ഞാൻ എങ്ങനെയാണ് ജയിക്കുക, എങ്ങനെയാണ് എനിക്ക് എ ഗ്രേഡ് കിട്ടുന്നത്, എത്ര മാർക്കാണ് എനിക്ക് എ ഗ്രേഡ് കിട്ടാൻ വേണ്ടത്, എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എ ഗ്രേഡ് കിട്ടാൻ വേണ്ടി ശരിയാക്കേണ്ടത്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് മെസ്സേജസ് കൊണ്ട് എന്റെ മെസ്സേജസ് ഒക്കെ നിറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ മെസ്സേജ് ജയിക്കുക, എത്ര എണ്ണ ശരിയാവേണ്ടത്, എങ്ങനെയൊക്കെ ശരിയാവേണ്ടത്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് എന്റെ മക്കൾക്ക് ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കുക. നമുക്ക് നമ്മൾ ഓരോ സബ്ജക്റ്റും ജയിക്കുമെന്നും ജസ്റ്റ് നോക്കി നോക്കാം അല്ലെ. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. മിസ് പറഞ്ഞുതരാം, എടാ നിങ്ങൾക്ക് 8 ആക്ടിവിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളുടെ ഗ്രേഡിംഗ് സ്കെയിൽ ഇതുപോലെയാണ് വരുന്നത്. അതായത് 8 ആക്ടിവിറ്റീസ് ആണ് എന്റെ മക്കൾക്ക് ഉള്ളത് എങ്കിൽ നമുക്ക് എ ഗ്രേഡ്, നമുക്ക് ടോട്ടൽ എ ഗ്രേഡ് കിട്ടണം എങ്കിൽ നമുക്ക് 32 to 40 മാർക്ക് വേണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എവിടാ മിസ്സേ മാർക്ക്? അതായത് 8 ആക്ടിവിറ്റി, 1, 2, 3, 4, 5, 6, 7, 8 ആക്ടിവിറ്റി ആണെങ്കിൽ ഓരോ ആക്ടിവിറ്റിക്കും ഇവിടെ 5 മാർക്ക് ഉണ്ട്. 5, 5, 5, 5, 5 ആയിട്ട് 8 ആക്ടിവിറ്റിക്കും 5 മാർക്ക് വീതം നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഓരോ 5 മാർക്കും കിട്ടി എത്ര വേണം? 32 to 40 മാർക്ക് വരെ നിങ്ങൾക്ക് വേണം. അതായത് ഒരു ആക്ടിവിറ്റി മൊത്തത്തിൽ തെറ്റിയാലും, അതുപോലെ വേറൊരു ആക്ടിവിറ്റിയിൽ കുറച്ച് അവിടെയും ഇവിടെയും തെറ്റിയാലും ഒന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് എ ഗ്രേഡ് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എ ഗ്രേഡ് അല്ല ബി ഗ്രേഡ് കിട്ടാനാണെങ്കിൽ നമുക്ക് 24 to 31 മാർക്കാണ്. ഇതാ ഈ ഒരു മാർക്സ് വെച്ചിട്ട് 24 to 31 മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് എന്ത് കിട്ടും? ബി ഗ്രേഡ് കിട്ടും. അതുപോലെ സി ഗ്രേഡ് കിട്ടാന്ന് പറയുന്നത് 16 to 23 മാർക്ക് കിട്ടുന്നവർക്കാണ് സി ഗ്രേഡ് കിട്ടുന്നത്. അതുപോലെ ഡി ഗ്രേഡ് കിട്ടാന്ന് പറയുന്നത് 12 to 15 മാർക്ക് കിട്ടുന്നവരാണ്. അപ്പൊ ഈ ഒരു എ ഗ്രേഡ് മുതൽ ഡി ഗ്രേഡ് കിട്ടുന്ന വരെ കുട്ടികൾ പാസ്സാണ് കേട്ടോ, എക്സാമിൽ പാസ്സാണ്. ഹാവ്. അപ്പൊ ഇനി ആരാണ് തോൽക്കുക എന്നുള്ളതാണ്. ആരാ ഫെയിൽ ആവാന്ന് വെച്ചാൽ ഈ ഗ്രേഡ് കിട്ടുന്ന കുട്ടികളാണ് ഫെയിൽ ആവുന്നത്. അതായത് ബിലോ 30% കിട്ടുന്ന കുട്ടികളാണ് ഫെയിൽ ആവാൻ പോകുന്നത്. അതായത് വരുന്നത് ബിലോ 12 മാർക്കിലും താഴെ. അതായത് ആകെ 2 ആക്ടിവിറ്റി പോലും ശരിയാക്കാൻ പറ്റിയില്ല എങ്കിലേ നിങ്ങൾക്ക് ഒരു ചുരുങ്ങിയത് 2 ആക്ടിവിറ്റി എങ്കിലും നിങ്ങൾ ശരിയാക്കിയാൽ മതി, നിങ്ങൾ ജയിക്കും. ആ 2 ആക്ടിവിറ്റി പോലും ഞങ്ങൾക്ക് ശരിയാക്കാൻ പറ്റിയില്ല മിസ്സേ എന്ന് പറയുന്നവരാണ് എന്ത് പറ്റുന്നത്? നിങ്ങൾ തോൽക്കുന്നത്. പക്ഷേ എടാ ഇത് കഴിഞ്ഞു, തോറ്റവര് തോൽക്കട്ടെ, പാസ്സായവർ പാസ്സാവട്ടെ. നിങ്ങൾ എത്ര മാർക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയെന്നുള്ളത് മിസ്സിന് ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യാം. മിസ്സിനൊന്ന് കാണാനാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരും എക്സാം നേരിട്ടതെന്നൊന്ന് മിസ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒന്നുമല്ല, ഞാൻ ഒരിക്കലും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് അത്രയും ടഫ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ മക്കൾ ഇപ്പം തന്നെയെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്, നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇനി വെറുതെ തട്ടിമുട്ടി പാസ്സാവല് നടക്കുന്ന കാര്യമല്ല. ഓൺ എക്സാം മുതൽ തന്നെ ഇവരിങ്ങനെ ഒരു ഫെയിലിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മക്കളെ 7ാം ക്ലാസ്സിൽ 10 പ്രാവശ്യം അവിടെ തന്നെ ഇരുത്താനും ഇവർ തയ്യാറായിരിക്കും. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നില്ലേ അത്രത്തോളം നിങ്ങൾ അവിടെ ഇരുന്നോ എന്ന് പറയാൻ ഇവർ തയ്യാറായിരിക്കും. അപ്പൊ എന്റെ മക്കൾ ഇനി പഠിച്ചേ പറ്റുള്ളൂ. പഠിച്ചിട്ടേ നമുക്ക് വഴിയുള്ളൂടാ. പഠിച്ചവനെ ഫ്യൂച്ചർ ഉള്ളൂ. പഠിക്കാത്തടത്തോളം കാലം നിങ്ങൾ വെറും വേസ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും എന്റെ മക്കൾ മനസ്സിലേക്ക് കൊണ്ടുവരാ, ഞാൻ പഠിക്കും മിസ്സേ, ഞാൻ പഠിക്കും എന്നുള്ളവരെന്താ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. മിസ്സേ ഞാൻ പഠിക്കും, ഞാൻ ഇനി മുതൽ പഠിക്കുന്നു. ഓക്കെ, ഇനി മുതലെങ്കിലും ഞാൻ പഠിക്കുന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് ഇനിയിപ്പോ പഠിക്കാൻ തീരുമാനിച്ചവർക്ക് എങ്ങനെ തുടങ്ങുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇതുവരെ ഉള്ളത് പോയിട്ടുണ്ടാവും. 4 ചാപ്റ്റേഴ്സ് ഒക്കെ ഓരോ സബ്ജക്റ്റിലും ഉണ്ടായിരുന്നു. ആ 4 ചാപ്റ്റേഴ്സും പുക ആയി പോയിട്ടുണ്ടാവും. ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് മക്കളെ ഞങ്ങൾ പിന്നെയും നമ്മൾ പറയുന്നത് നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. ഇപ്പൊ തന്നെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ 1799 കൊടുത്ത് ജോയിൻ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് 2999 ബാച്ച് 1799 വേണ്ടി ആണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, മിസ്സേ
ഈ ഒരു ഓഫർ നീട്ടിയല്ലോ, പിന്നെയും എന്തിനാ നീട്ടിയിട്ടുള്ളത്, ഞങ്ങൾ നീട്ടിയത് എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊരു സംശയം വരും. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന കുട്ടികൾ എന്ന് പറയുന്നത് അത്രയും പഠിക്കണം എന്നുള്ളിൽ എവിടോ ആഗ്രഹമുള്ളവരാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് പഠിക്കണം, ഈ ഒരു വെക്കേഷനിലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു തോട്ട് തോന്നി, മിസ്സേ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പഠിക്കണം, ഇനിയെങ്കിലും ഞങ്ങൾക്ക് പഠിച്ച് മുന്നേറണം തോന്നുകയാണെങ്കിൽ ആ മക്കൾക്കുള്ളതാണടാ ഈ ഓഫർ. എല്ലാവർക്കും ഉള്ളതൊന്നുമല്ല, വെറുതെ കൊടുക്കാനുള്ള ഓഫറേ അല്ല ഇത്. എല്ലാവർക്കും ഞങ്ങൾ തരുന്നില്ല. ഞങ്ങൾ പഠിക്കുന്ന മക്കൾക്ക് മാത്രം മതി. പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഏത് കുട്ടി ഞങ്ങളുടെ മുന്നിലുണ്ടോ അവർക്ക് ഞങ്ങൾ പഠിപ്പിച്ചിരിക്കും. ഞങ്ങൾ ഈ ഓഫർ ഒക്കെ കൊടുത്തിരിക്കും. എങ്ങനെ വേണമെങ്കിലും ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ കുറെ ഒന്നും കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം ചെയ്താൽ മതി. താഴെ ഒരു രജിസ്ട്രേഷൻ ഫോം കാണും. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഉമ്മനോട് ഉപ്പനോട് ഒന്നും മക്കൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ ഒന്നും സംസാരിക്കേണ്ട. ഹനീന മിസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റെങ്കിൽ ഇത് ചെയ്യുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ രജിസ്ട്രേഷൻ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ വീട്ടിൽ സംസാരിച്ചു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഡെമോ ക്ലാസ് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ഡെമോ ആയിട്ട് നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പിൽ ജസ്റ്റ് കണ്ടു നോക്കുക. അല്ലെ ഞങ്ങളുടെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് അത്രയും വിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യടാ. ഞങ്ങൾക്ക് ഉറപ്പുവരാൻ പറ്റൂടാ. നിങ്ങൾ തീരെ 0 മാർക്കിൽ നിന്നാണ് ഞങ്ങൾക്ക് ഉറപ്പുവരാൻ പറ്റൂടാ. നിങ്ങളിപ്പോ 0 മാർക്കിലാണ് നിൽക്കുന്നതെങ്കിലും പോലും ഞങ്ങൾ ഈ ഒരു നിമിഷം തൊട്ട് ഇപ്പം തന്നെ കുറിച്ചു വെച്ചോ, ഈ ഒരു നിമിഷം തൊട്ട് നിങ്ങൾ ഉയർത്തിയെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കുകയാണെങ്കിൽ ബേസിക്സ് മുതൽ പഠിപ്പിച്ചു തരാൻ ഞങ്ങൾ റെഡിയാണടാ. നിങ്ങൾ കൂടെ നിൽക്കെങ്കിൽ ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. ഏത് പഠിക്കാത്തവൻ ഞങ്ങളെ മുന്നിൽ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ വിടുള്ളൂ. A ഗ്രേഡ് എങ്കിൽ A ഗ്രേഡ് ഞങ്ങൾ വാങ്ങി തന്നിരിക്കും. അത് ഞങ്ങളുടെ ഒരു പ്രോമിസ് ആണ്, ഞങ്ങളുടെ വാശിയാണ്. നിങ്ങൾ ജസ്റ്റ് ഇത്ര മാത്രം മിസ്സിന് വേണ്ടിയിട്ട് മക്കൾ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ജസ്റ്റ് ഒന്ന് രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുക. ബിക്കോസ് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു സെപ്റ്റംബർ 8 വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത്. സെപ്റ്റംബർ 8 വരെ ഫില്ല് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ 1799 ബാച്ച് കിട്ടും. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് എക്സാം പേപ്പർ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എക്സാം പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് എക്സാം പേപ്പർ ഇത് പറ്റ മാർക്ക് കുറവാണല്ലോ, എനിക്ക് എങ്ങനെയെങ്കിലും ജോയിൻ ചെയ്യേണ്ടിയെന്നും തോന്നിയാൽ, പക്ഷെ ചിലപ്പോൾ മിസ്സിന് നിങ്ങളെ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. 2999 നിങ്ങൾക്ക് അപ്പം കിട്ടാൻ പോകുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ഈ വീഡിയോ കണ്ട പാടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്ത് വെക്കുക. ആകെ 10 സെക്കൻഡിന്റെ പരിപാടിയേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് കേട്ടിരിക്കുന്ന ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ആ ഒരു ആപ്പിലൂടെ. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കണം.